നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് കേൾക്കണേ. യബീതു ഖൗമുൻ മിൻ ഹാദിഹിൽ ഉമ്മ, എൻ്റെ ഉമ്മത്തുകളിലെ ഒരു വിഭാഗം രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് അലാ തുഅമിൻ വശുറുബിൻ വലഹുബിൻ വലഅബിൻ, കളിച്ചും ചിരിച്ചും രസിച്ചും കൊണ്ടാണ് അവൻ രാത്രി ഉറങ്ങുന്നത്. ഫയസ്ബിഹു, അവൻ നേരം വെളുക്കുമ്പോൾ ഖദ് മുസ്യഖു ഖിറദതൻ വഖനാസിറാ, അവന്റെ കോലം തന്നെ മറിക്കപ്പെട്ട അവസ്ഥയിലായിരിക്കുമെന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി. നേരം വെളുക്കുമ്പോ കോലം മറിഞ്ഞു പോകും. എന്താ സംഭവം? രാത്രി ഉറങ്ങാൻ കിടന്നത് കളിച്ചും ചിരിച്ചിട്ടാണ്. ശരിയല്ലേ? വാട്സപ്പിൽ ഫേസ്ബുക്കിലും കളിക്കാതെ ആരാ രാത്രി ഉറങ്ങുന്നത്? നമ്മളൊക്കെ രാത്രി ഉറങ്ങുന്നത് ഫേസ്ബുക്കിലും കളിച്ചിട്ടാണ്, വാട്സപ്പിലും കളിച്ചിട്ടാണ് രാത്രി ഉറങ്ങുന്നത്. ലാസ്റ്റ് സീൻ നോക്കിയാൽ മതി. സുബൈക്ക് എഴുന്നേറ്റ് ലാസ്റ്റ് സീൻ, മക്കളുടെ ഫോൺ എടുത്ത് വെച്ചിട്ട് ലാസ്റ്റ് സീൻ നോക്കണം. അപ്പൊ 12:43, 1:23, 2:33, 3:50 വരെയൊക്കെ മുറ്റിയ പ്രേമമാണെങ്കിൽ 3:50 വരെയൊക്കെ പോകും. അറ്റം വരെ ഉറക്കമൊന്നുമില്ല. അങ്ങനെയാണ് ഭയങ്കരമായിട്ട് അങ്ങിരിക്കുന്നത്. അങ്ങനെ പോകുന്ന അറിയില്ലല്ലോ. അതന്നെ സംഭവം. അങ്ങനെയാണ് രാത്രി ഉറങ്ങുക. ചിലപ്പോ കയ്യിൽ ഇങ്ങനെ മൊബൈൽ വെച്ചുകൊണ്ടാണ് രാത്രി ഉറങ്ങുക. ചില കെട്ടിയന്മാരൊക്കെ ഇങ്ങനെ കയ്യിലിരുന്ന് ഇങ്ങനെ വെച്ച് ചാറ്റി ഉറങ്ങുമ്പോഴാണ് കെട്ടികളൊന്നും പിടിക്കുന്നത്. അങ്ങനെയാണ് ചിലതൊക്കെ പൊക്കുന്നത്. അറിയാതെ ഉറങ്ങിപ്പോകും. അത് ക്ഷീണം വന്ന് ഓഫാക്കിയാരെ കുടുംബം കുളമാക്കണ്ട. ചിലപ്പോൾ ഇങ്ങനെ ഹാ ഹോ എന്നൊക്കെ അടിച്ചിട്ട് കോട്ടും ഒക്കെ വിട്ടിട്ട് അവസാനം കയ്യിൽ വെച്ച് തന്നെ ഉറങ്ങിപ്പോ. പിന്നെ അവള് വന്നിട്ട് എല്ലാവരും കൈ കൊണ്ടാണ് ഇതിനകത്ത് ലോക്ക്. അവൾ തന്നെ കൈ എടുത്ത് വെച്ച് അങ്ങ് കബൂലാക്കും, തുറന്ന് കിട്ടും, തീർന്ന്. പിറ്റേ ദിവസം പള്ളിയിൽ 3 കത്ത് ഒരുമിച്ച് വരും. എനിക്ക് എങ്ങനെ വേണ്ട, പ്രശ്നത്തോടെ പ്രശ്നം. ഇതുവരെയ്ക്ക് ഭയങ്കര സ്നേഹിച്ചിരുന്നവരാണ്. അതുകൊണ്ട് സൂക്ഷിച്ചോ. അള്ളാഹ് നമ്മളൊക്കെ കാത്തു രക്ഷിക്കട്ടെ. കാരണം എപ്പോഴാണ് ഉറങ്ങുന്ന, അല്ല മനുഷ്യനെ ഉറക്കാതല്ല, ഒരു മരണമാണ്. ഉറക്കം എന്ന് പറഞ്ഞൊരു മരണമാണ്, ഒരു നിസ്ഫുൽ മൗത്താണ്. ചിലപ്പോൾ ഇതിങ്ങനെ ചാറ്റി ക്ഷീണം കൊണ്ട് അങ്ങനെ അങ്ങോട്ട് കടന്നു പോകുമ്പോഴായിരിക്കും തീർന്നില്ലേ അവൾ ആരാ സാധനം എന്നറിയാം പടച്ചവനെ. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ചോ, എല്ലാം ശ്രദ്ധിച്ചോണം. ഇശാ കഴിഞ്ഞ് പള്ളിയുടെ വെളിയിരുന്ന് കുറെ ആൾക്കാർ ഇങ്ങനെ ചാറ്റുന്നതാണ്. എന്താന്ന്, വീട്ടിൽ പോകുന്നതിന് മുമ്പ് കള്ളാ വീട്ടിട്ട് പോകാനാ. വീട്ടിനകത്ത് കയറിയാൽ ഇതൊക്കെ പിന്നെ പ്രശ്നമാവും ഉസ്താദ്. അതുകൊണ്ട് എല്ലാം ഒതുക്കി തീർത്തിട്ട് പോയാൽ പ്രശ്നം തീർന്നല്ലോ. അതിൻ്റെ ഇവിടെ വെച്ച് എല്ലാം കബൂലാക്കിയിട്ട് പോകും. അങ്ങനെയുണ്ട് സംഭവം. എന്നിട്ടൊരു ഐഡിയ, റേഞ്ച് കിട്ടത്തില്ല അവിടെ പോകുമ്പോൾ. ശരിയാ, വലിയ റേഞ്ച് അവിടെ ഇരിപ്പുണ്ട് സംഭവം. ആ റേഞ്ച് ഓഫീസർ പിടിക്കുന്നത്. അതുകൊണ്ടാണ് റേഞ്ച് വരെ കിട്ടൂല. അപ്പൊ അതുകൊണ്ട് എല്ലാം ഒതുക്കിട്ടാ പോവാ. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്ക്. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ ഇതൊക്കെ കളിച്ചിട്ട് അള്ളാഹുടെ തൗബ ചെയ്തിട്ട് ഉറങ്ങിക്കോ. നല്ലതാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ നേരം വെളുക്കുമ്പോ അറിയില്ല ഇവിടെ ഉണ്ടാവോ, ഈ ഭൂലോകത്ത് ഉണ്ടാവോ ഇല്ലെന്ന് അറിയില്ല. ചിലപ്പം ഒഴുക്കും എടുത്തോണ്ട് വെള്ളം എടുത്തോണ്ട് അങ്ങ് പോകും. അങ്ങനെ എത്രണ്ണം പോയി ഇല്ലേ? രാത്രി കളിച്ചും ചിരിച്ചും കൊണ്ട് കിടന്നവർ നേരം വെളുത്തപ്പോ ജനങ്ങൾ വിളിച്ചു പറഞ്ഞു, അറിഞ്ഞോ ഇന്ന നാട്ടിൽ ഭൂമി കുലുക്കമുണ്ടായി, ഇന്ന നാട്ടിൽ ഉരുൾപൊട്ടൽ സംഭവിച്ചിരിക്കുന്നു, ഇന്ന നാട്ടിൽ വെള്ളപ്പൊക്കമായി, ഇത്ര വീട് നശിച്ചുപോയി, ഒലിച്ചുപോയി, ഒഴുകിപ്പോയെന്ന് ജനങ്ങൾ നേരം വെളുക്കുമ്പോ പറയുന്ന ഒരവസ്ഥയിലേക്ക് എന്റെ സമുദായം എത്തിപ്പെടുമെന്ന് കമാ ഖാല ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റസൂൽ പറഞ്ഞു, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ പാപങ്ങളൊക്കെ അല്ലാഹു മാപ്പ് ചെയ്യട്ടെ. അതുകൊണ്ട് ചെറുപ്പക്കാരാ, കുറച്ചൊക്കെ ഒന്ന് ഡിലീറ്റ് ആക്കിയിട്ട് അള്ളാഹിലേക്ക് കയറി വാ. മരിക്കണ്ടേ? എപ്പോഴും കളിച്ചും ചിരിച്ച് ഏത് സമയം എത്ര ചെറുപ്പക്കാരാ മരിച്ചു പോകുന്നത് അറിയുന്നുണ്ടോ? എത്ര ചെറുപ്പക്കാരാണ് മരണപ്പെട്ടു പോകുന്നത്. എന്തെങ്കിലും ഒരു നന്മയായിട്ട് പോകണ്ടേ? ആഖിറത്തിലേക്ക് ഒരു നന്മയുമായിട്ട് പോകണ്ടേ? അല്ലാഹുല്ലദീ ഖലഖകും മിൻ ളഅഫ് ثم جعل من بعد ضعف قوة ثم جعل من بعد قوة ضعفا وشيبة يخلق ما يشاء وهو العليم القدير ويوم تقوم الساعة يقسم المجرمون ما لبثوا غير ساعة ما لبثوا غير ساعة كذلك كانوا يؤفكون.
സമയം മുഴുവനും ദുനിയാവിന് വേണ്ടി ചെലവ് ചെയ്ത ചെറുപ്പക്കാരൻ നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് എത്തുമ്പോ ആ ശിക്ഷകളെല്ലാം അവന്റെ മുന്നിലേക്ക് അല്ലാഹു വെളിവാക്കി കൊടുക്കുമ്പോ ഇവൻ ആണയിട്ട് റബ്ബിനോട് പറയുകയാണ്, അല്ലാഹുവേ, ദുനിയാവിൽ ഞാൻ കുറഞ്ഞ സമയം മാത്രമാണ് ജീവിച്ചത്. കേവലം 1 മണിക്കൂറല്ലാതെ ഈ ഭൗതികമായ ലോകത്ത് ഞാൻ താമസിച്ചിട്ടില്ല. അല്ലാ, 28 വയസ്സുകാരൻ ചെറുപ്പക്കാരന്റെ വിലാപമാ, 35 വയസ്സുകാരൻ ചെറുപ്പക്കാരന്റെ വിലാപമാ, 40 വയസ്സുകാരനായ ചെറുപ്പക്കാരന്റെ വിലാപമാ. അവന്റെ ശരീരവും അവന്റെ സമയവും ഭൗതികമായ ലോകത്തിനു വേണ്ടി അവൻ വെറുതെ നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഉടനെ അവന് മരണം സംഭവിച്ചു. ആഖിറത്തിലേക്ക് അവന് കൊണ്ടുപോകാനൊന്നുമില്ല. നാളെ മഹ്ശറാവൻ സഭയിലേക്ക് ഇവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോ ഇവൻ അല്ലാഹുവിനോട് ആണയിട്ട് പറയുകയാണ്, വയൗമ തഖൂമു സ്സാഅ യുഖ്സിമുൽ മുജ്രിമു മാ ലബിസൂ ഗൈറ ഒരു മണിക്കൂറല്ലാതെ ഞാൻ താമസിച്ചിട്ടില്ല. അല്ലാ ആണയിട്ട് പറയും, അത്രേ ആണയിട്ട് പറയുന്നു. അള്ളാഹുവാണ് സത്യം പടച്ചവനെ. 28 വയസ്സുകാരൻ, 30 വയസ്സുകാരൻ, 35 വയസ്സുകാരൻ ആണയിട്ട് അള്ളാഹോട് പറയും, ഞാൻ 1 മണിക്കൂറേ ദുനിയാവിൽ ജീവിച്ചിട്ടുള്ളൂ എന്ന്. കാരണം എന്താ? ഈ അവസ്ഥ കാണുമ്പോ അറിയല്ലോ. കല്ലാ ഇദാ ദുക്കത്തിൽ അർളു ദക്കാ ദക്കാ വജാ ربك والملك صفا صفا وجيء يومئذ بجهنم وجيء يومئذ بجهنم يومئذ يتذكر الإنسان يومئذ يتذكر الإنسان وأنى له الذكرى يقول يا ليتني قدمت لحياتي يقول يا ليتني قدمت لحياتي. നാളെ നരകത്തെ വലിച്ചിടച്ചവന്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ട്. ഞാനും നിങ്ങളും ഈ ഭൗതികമായ ലോകത്തിൽ നിന്ന് മരണപ്പെട്ടു പോകും. ഈ ദുനിയാവ് നശ്വരമാണ്. അനശ്വരമായ ഒരു ലോകത്തേക്ക് വേണ്ടി നമ്മളെ ഖബറിന്റെ 6 അടി മണ്ണിന്റെ ഇണ്ട തുരുത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. فإذا هم من الأجداث إلى ربهم ينسلون. സൂറത്ത് യാസീൻ ഓതുന്നവരല്ലേ? ആ സൂറത്ത് യാസീനിൽ ഒരായത്താണ് ഞാൻ ഓതിയത്. നമ്മുടെ ഓരോരുത്തരുടെ മയ്യത്തുകൾ 6 അടി മണ്ണിലേക്ക് വെച്ച് 3 പിടി മണ്ണ് വാരിയിട്ട് എല്ലാവരും മടങ്ങിപ്പോകുമ്പോ അവിടെ തകർന്ന് നശിച്ച് മണ്ണോട് ചേർന്ന് ഭസ്മമായി പോകണമെന്ന് കരുതണ്ട. നാളെ സൂറെന്ന കാഹളത്തിൽ ഇസ്രാഫീൽ ഒരു ഊത്തൂതുമത്രേ. ആ ഇസ്രാഫീലിന്റെ ഊത്തിന്റെ ദിവസത്തിൽ ആ കബറാളികൾ കബറുകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയാണ്. ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ. കണ്ണ് തിരുമ്മിക്കൊണ്ട് അവർ കബറുകളിൽ നിന്ന് എഴുന്നേൽക്കുകയാ. ഉടനെ അവർ ചോദിക്കുകയാണ്, ആരാണ് ഞങ്ങളുടെ ഉറക്കം കെടുത്തിയത്? ആരാണ് ഞങ്ങളെ വിളിച്ചുണർത്തിയത്? ആരാണ് ഞങ്ങൾക്ക് ഈ അസ്വസ്ഥത സമ്മാനിച്ചത്? ഉടനെ അവരോട് പറയപ്പെടുകയാണ്, ആദാ മഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. പ്രവാചകന്മാർ നിങ്ങളോട് വന്ന് പറഞ്ഞ ആ താക്കീതിന്റെ ദിവസമാ, ആ മുന്നറിയിപ്പിന്റെ ദിവസമാ. പ്രഭാഷകന്മാര് പ്രഘോഷണം നടത്തിയില്ലേ? എത്ര രാവും പകലുകളുമാണ് മിമ്പറുകളും മെഹ്റാബുകളും മഹ്ശറയെ കുറിച്ച് ചർച്ച ചെയ്തത്. ആ സമയങ്ങളിലെല്ലാം ഒരു കാതിലൂടെ കേട്ട് മറുകാതിലൂടെ നിങ്ങൾ പുച്ഛിച്ചു തള്ളിയില്ലേ? ആ ദിവസം ഇതാ എത്തിയിരിക്കുകയാണ്. ഫൈദാഹും മിനൽ അജ്ദാത്തി ഇലാ റബ്ബിഹിം യൻസിലൂൻ. എല്ലാ ജഡങ്ങളെയും മൃതശരീരങ്ങളെയും മനുഷ്യരെയും അല്ലാഹുവിന്റെ കോടതിയിലേക്ക്
ദൂരേക്കിതാ കൊണ്ടുപോവുകയാ. അവിടെ ജനസാഗരമാണ്. അവിടെ തന്റെ തലയ്ക്ക് മേലെ സൂര്യൻ ഗർജിച്ച് നിൽക്കുകയാണ്. ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് ഉടുവസ്ത്രമില്ലാതെ എങ്ങനെയാണോ പുറത്തേക്ക് വന്നത്, അതേപോലെ വിവസ്ത്രരായിട്ടും നഗ്നപാതികരായിട്ടാണ് ആ മൈശറ വൻസഭയിലേക്ക് പോവുക. ആ മൈശറ വൻസഭയില് വർഷങ്ങളോളം നിങ്ങൾ വിചാരണയ്ക്ക് വേണ്ടി നിൽക്കേണ്ടവരാണ്. അവിടേക്കാണ് നരകം കെട്ടി വലിച്ചു കൊണ്ടുവരപ്പെടുന്നത്. അങ്ങനെ നീ കാണുകയാണ്, നരകത്തിന്റെ ഭീകരമായ രംഗം കാണുകയാണ്. ആ നരകത്തെ നീ ക്ഷണിച്ചു വരുത്തുകയാണ്. ആ നരകം നിന്നെ ക്ഷണിക്കുകയാണ്. ആ വിളി കേൾക്കുമ്പോ റബ്ബിനോട് നീ വിളിച്ചു പറയുകയാണ്, യാ വൈലത്താ ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. അല്ലാഹുവേ, എനിക്ക് കഞ്ചാവ് വാങ്ങിത്തന്ന, എനിക്ക് മദ്യം വാങ്ങിത്തന്ന, എന്നെ നാടിനെ അപമാനിപ്പിച്ച എന്റെ കൂട്ടുകാരനുമായി, ഇന്ന വ്യക്തിയുമായി ഞാൻ ബന്ധം സ്ഥാപിക്കാതിരുന്നെങ്കിൽ, അല്ലാഹുവേ, എന്റെ യുവത്വത്തെ ഞാൻ മദ്യത്തിന് വേണ്ടി കച്ചവടച്ചരക്കാക്കി മാറ്റാതിരുന്നെങ്കിൽ, അല്ലാഹുവേ, നിന്റെ പള്ളിയുടെ തിരുമുറ്റത്ത് ഞാൻ കിടന്നിട്ട് ആ മസ്ജിദിലേക്ക് വരാതെ, ആ ബാങ്കിന് ഇഖാമത്തിന് ഉത്തരം നൽകാതെ, സിനിമ കാണാനും കളിക്കാനും ചിരിക്കാനും ഉല്ലസിക്കാനും എന്റെ ചെറുപ്പത്തെ യുവത്വത്തെ ഞാൻ പാഴാക്കിയിരുന്നല്ലോ. ലമ്മത്തഖിദ് ഫുലാനൻ ഖലീലാ. എന്നെ പിഴപ്പിച്ച എന്റെ നാട്ടിലെ അഹങ്കാരികളായ ചെറുപ്പക്കാരുമായി ഞാൻ സഹവാസം ഉണ്ടാക്കാതിരുന്നെങ്കിൽ എത്രയോ നല്ലതാകുമായിരുന്നു. യാ ലൈതനീ കുന്തു തുറാബാ. അല്ലാഹുവേ, എന്നെ നീ മണ്ണാക്കി മാറ്റണേ, ഞാൻ മണ്ണാങ്കട്ടയായി മാറിയിരുന്നെങ്കിൽ. നാളെ മനുഷ്യൻ നരകത്തിന്റെ വിളിയാളം കാണുമ്പോ വിളിച്ചു പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പൊ അവനോർക്കും, അത് വേണ്ടായിരുന്നു, ഇത് വേണ്ടായിരുന്നു, അവിടെ പോകണ്ടായിരുന്നു, അവനുമായിട്ട് ബന്ധം സ്ഥാപിക്കാതിരുന്നാൽ മതിയായിരുന്നു. വഅന്നാ ലഹു ദിക്റാ. അവിടെ ആലോചിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അവിടെ പോട്ടെ, എന്ത് ചെയ്യാൻ? അവൻ പറയും, ഒരിക്കൽ കൂടി ഒരു ചാൻസ്. യാ ലൈതനീ ഖദ്ദംതു ലിഹയാതി. ഒന്നുകൂടെ ജീവിക്കാൻ ഒരു അവസരം നൽകിയിരുന്നെങ്കിൽ. അല്ലാ, ഇതെന്തായി വരുന്നത്? എന്താ ഈ ചെറിയ ചൂട് തന്നെ സഹിക്കാൻ കഴിയുന്നില്ല, ഈ ഉരുൾപൊട്ടൽ സഹിക്കാൻ കഴിയുന്നില്ല, ഈ ഡാം ഇരുന്നിട്ട് നമുക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ കഴിയുന്നില്ല. അപ്പൊ നാളെ നരകത്തെ നമ്മുടെ മുന്നിലേക്ക് കെട്ടിവലിച്ചു കൊണ്ടുവരുമ്പോ അതിന്റെ ക്ഷൗരം, അതിന്റെ ഗാംഭീര്യം, അതിന്റെ പ്രകമ്പനം നമ്മെ ആകെ വല്ലാണ്ട് വേദനിപ്പിക്കും, പേടിപ്പിക്കും അത്രേ. അപ്പോഴാണ് ഇവന്റെ വിളിച്ചു പോവൊക്കെ, പഠിച്ചവനെ, യാ ലൈതനീ ഖദ്ദംതു ലിഹയാതി, യാ ലൈതനീ ഖദ്ദംതു ലിഹയാതി. എന്നെ എന്റെ ജീവിതത്തിലേക്ക് മടക്കണേ അല്ലാ, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. വഅന്നാ ലഹു ദിക്റ. അവന്റെ കഴിഞ്ഞ ഭൂതകാല ജീവിതത്തിൽ അവൻ ചെയ്ത എല്ലാ തെമ്മാടിത്തരങ്ങളെയും ആ നരകത്തിന്റെ മുന്നിൽ വെച്ചവൻ ഓർക്കുമത്രേ. ഫായിദയില്ല. അല്ലാഹ് പറയാണ്, ഏയ് ഇനി ഇവിടെ അതിനെ കുറിച്ച് ചർച്ചയില്ല. അലഖ്സഉ ഫിഹാ വലാ തുകല്ലിമൂ. മിണ്ടരുത്. നിന്ദ്യനായി നികൃഷ്ടനായി നരകത്തിൽ കിടന്നോ. നഊദു ബില്ലാഹ്. അല്ലാഹ് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ചെറുപ്പമേ, നമ്മുടെ സമയം നഷ്ടപ്പെടുത്തിയിട്ട് നാളെ റബ്ബിന്റെ മുന്നിൽപ്പെട്ട് വിലപിച്ചിട്ട് കാര്യമില്ല. നീ മരിക്കുന്നതിന് മുമ്പ് നിന്റെ നാവിൽ നിന്നല്ല, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി, മാപ്പാക്കണം എന്ന് പറയാനുള്ള അവസരം കിട്ടിയാൽ നീ ഭാഗ്യവാൻ. അതല്ല, ഈ ഒരു അവസരം നഷ്ടപ്പെട്ട് പെടുന്നതിനെ നീ മരണത്തിനെയാണ് വരവേൽക്കുന്നതെങ്കിൽ നഊദു ബില്ലാഹ്, അള്ളാന്റെ കോടതിയിൽ നിനക്ക് മാപ്പുണ്ടാവുകയില്ല. ഒരു പക്ഷേ അവൻ പൊരുത്തപ്പെട്ടു തരാം, ഒരു പക്ഷേ അവൻ ശിക്ഷിക്കാം. അതൊക്കെ അവന്റെ തീരുമാനങ്ങളാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളും നാം മരിച്ചു പോകുന്നവരാണ്. നമ്മുടെ മയ്യത്ത് ഈ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുവരുമ്പോ ആ ഖബർ നമ്മളെ കണ്ട് സന്തോഷത്തോടുകൂടി സ്നേഹത്തോടുകൂടി വിളിക്കണം. കടന്നു വന്നാലും നിനക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു മയ്യത്തായി മാറണം. ആ മയ്യത്ത് നമസ്കാരമുള്ള മയ്യത്തിനെ കിട്ടുള്ളൂ. അല്ലാഹ് ആ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അതാണ് ഹുഖൂഖുള്ള അല്ലാഹുമായുള്ള ബന്ധം. ആ ബന്ധം നിലനിർത്തിക്കോ. ഹുഖൂഖുൽ ഇബാദി ഫിൽ മുആശറ. രണ്ടാമതായി കുടുംബക്കാരുമായുള്ള ബന്ധം നമ്മൾ നിലനിർത്തണേ.
നിസ്കാരം കൊണ്ട് മാത്രം രക്ഷപ്പെടൂല കേട്ടോ. അതുകൂടെ അടുത്ത ഹദീസുകൾ നല്ലപോലെ കേൾക്കണം കേട്ടോ. നമസ്കരിച്ച് നോമ്പ് പിടിച്ച് സക്കാത്ത് കൊടുത്ത് ഹജ്ജ് ചെയ്തു ഒക്കെ റെഡി, എല്ലാ നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, സക്കാത്ത് കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്, ഹജ്ജ് ചെയ്ത ആളാണ്. പക്ഷേ ചില പ്രശ്നങ്ങളുണ്ട്. എന്താ? തന്റെ കുടുംബത്തിൽപ്പെട്ട ആളുകളുമായി, നാട്ടുകാരുമായി, അയൽവക്കക്കാരുമായി സഹവാസമില്ല, മിണ്ടൂല, സംസാരിക്കൂല. ബന്ധനം ആ ബന്ധം ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് എന്താ ശിക്ഷ? അവർക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുമോ? ഹജ്ജ് ചെയ്ത ആളാണ്, 100 ഉംറ ചെയ്തു, 10 ഹജ്ജ് ചെയ്തു, 1000 ലോഡ് കണക്കിന് അരിയും ഗോതമ്പും ഒക്കെ റമദാൻ മാസത്തിൽ കൊടുക്കുന്നുണ്ട്, പള്ളി വെച്ചു കൊടുത്തു, ഉംറയ്ക്ക് 10 പേരെ വിടുന്നുണ്ട്, സക്കാത്ത് കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ കുടുംബത്തിലുള്ള വ്യക്തികളുമായുള്ള ബന്ധനത്തിലാണ്. ആ ബന്ധം നിലനിർത്തുന്നില്ല. മിണ്ടാതിരുന്നിട്ട് ദിവസങ്ങളായി, മാസങ്ങളായി, വർഷങ്ങളായി. അവരുടെ അവസ്ഥ എന്താണ്? അതാണ് നമ്മുടെ വിഷയം. എടുത്തത് നല്ലപോലെ ശ്രദ്ധിച്ചോളി. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. വാശിയും വൈരാഗ്യം ഒന്നും ഇവിടെ ഇല്ല. നമ്മളൊക്കെ മുസ്ലിങ്ങളാണ്, നമുക്കിവിടെ വാശിയൊന്നുമില്ല. ആരോട് വാശി? ആരോട് വാശി? കൈക്കൊരു ചെറിയ വേദന വന്നാൽ കൈ പൊക്കണമെങ്കിൽ പെണ്ണുമ്പിള്ള വരണം, ഭാര്യ വരണം, പൊക്കിത്താടി എടിയെ പൊങ്ങുന്നില്ലടി എന്ന് പറയും. നമുക്ക് ചെറിയൊരു വേദന വന്നാൽ അടുത്ത അയൽവക്കക്കാരനെ വിളിക്കണം, എടാ പെട്ടെന്ന് ഓട്ടോറിക്ഷ എടുത്തിട്ട് വന്ന് നെഞ്ചിനൊരു ചെറിയ വേദന. നടന്നു പോകുന്ന സമയത്ത് അല്ലെങ്കിൽ വണ്ടി ഓടിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് ചെറിയൊരു തളർച്ച വന്നു, അങ്ങനെ വീണു, അടുത്ത നാട്ടുകാർ വേണം ഇവനെ കൊണ്ടുപോകാൻ, പൊക്കിക്കൊണ്ടുപോകാൻ. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. അല്ലേ? ഇത്രയും വലിയ കഴിവുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്? അതല്ലേ മനുഷ്യന്റെ അവസ്ഥ? അതല്ലേ മനുഷ്യന്റെ അവസ്ഥ പറഞ്ഞതാ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന തളർച്ചയിൽ നിന്നും, കുഴഞ്ഞു വീഴുന്നതിൽ നിന്നും, സ്ട്രോക്കിൽ നിന്നും അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ മാസത്തിന്റെ ബർക്കത്തുകൊണ്ട് അള്ളാഹു നമ്മളെ സഹായിക്കുമാറാകട്ടെ. മനുഷ്യന്റെ അവസ്ഥ അതാണ്. എത്ര പെട്ടെന്ന് എന്താ സംഭവിക്കുന്നൊന്നും അറിയില്ല കേട്ടോ. അതുകൊണ്ട് എപ്പോഴും നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കണം, പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് കാവൽ തേടണം. പെട്ടെന്നുള്ള മരണം, പെട്ടെന്ന് പൊടുന്നനെ സംഭവിക്കുന്ന മരണം, അള്ളാഹു നമ്മളെ അതിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരു രോഗം വന്നാൽ, പെട്ടെന്നൊരു രോഗം വന്നാൽ, മാരകമായ രോഗം, പെട്ടെന്ന് ചിലപ്പോൾ ചെറിയൊരു തലവേദന ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പനിയായിരിക്കും. കൊണ്ട് ആശുപത്രിയിലേക്ക് പോകുമ്പോൾ പറയും നേരെ തിരുവനന്തപുരത്ത് വിട്ടോ, ചെറിയ സംശയം ഉണ്ടെന്ന്. നഊദു ബില്ലാഹ്, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരു ചെറിയൊരു രോഗം, ആ രോഗം അവിടെ ചെന്നപ്പോൾ വലിയ രോഗമായി മാറി, അത് ട്യൂമറായി മാറി, അത് ക്യാൻസറായി മാറി, അത് മാരകമായ ഒരു രോഗമായി മാറി. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മനുഷ്യ, ഞാനും നിങ്ങൾ എത്രയുള്ളൂ, അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചത് ബലഹീനനായിട്ടാണ്. മനുഷ്യനെ അല്ലാഹു തആല സൃഷ്ടിച്ചത് അങ്ങനെ ബലഹീനനാണ്. അവൻ കുറച്ച് പണം കിട്ടിയതിന്റെ ഒരു അഹങ്കരിക്കാൻ പറ്റൂല, പണത്തിന്റെയും പ്രതാപത്തിന്റെയും പേരിൽ. എന്നാ ഞാൻ ചോദിച്ചോട്ടെ ഹബീബേ, മനുഷ്യൻ ബലഹീനനല്ല എങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി, അല്ലെങ്കിൽ രാഷ്ട്രപതി, അല്ലെങ്കിൽ മുഖ്യമന്ത്രി, അല്ലെങ്കിൽ വലിയ നേതാവ്, ഇവരുടെയൊക്കെ കൂട്ടത്തിൽ എത്ര പേരാ തോക്കും പിടിച്ചോണ്ടിരിക്കുന്നത്? ഇല്ലേ? 10, 20, 15, 30 പേരൊക്കെ അടച്ചവനെ. രാഹുൽ ഗാന്ധി പോയാലും, പ്രിയങ്ക ഗാന്ധി പോയാലും, മോഡി പോയാലും, ആരെല്ലാം പോയാലും ഇപ്പുറത്ത് 10 ബ്ലാക്ക് ക്യാറ്റ്, ഇപ്പുറത്ത് 10 ബ്ലാക്ക് ക്യാറ്റ്, ഫ്രണ്ടിൽ 10, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിട്ട് എന്താ അതിന്റെ ആവശ്യം? മനുഷ്യൻ ബലഹീനനാണ്. ചിലപ്പോൾ എവനെങ്കിലും ഒരു തോണ്ടിയാൽ തീർന്നു പോന്നി, അത്രയേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് മനുഷ്യൻ ബലഹീനനാണ്. അവന്റെ സംരക്ഷണത്തിനാണ് മറ്റുള്ള ആളുകൾ. മനുഷ്യൻ ബലഹീനനാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണത്. മനുഷ്യൻ ബലഹീനനാണ്. ഭൂമിയിൽ നിനക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല മനുഷ്യ, നീ അശക്തനാണ്, നീ ബലഹീനനാണ്. അല്ലാഹു പറയുന്ന വാക്കാണ്, ശരി തന്നെയാണ്. നമുക്കൊന്നുമില്ല. പിന്നെ എന്തിനാണ് നമ്മൾ ഈ വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കുന്നത്? ആരോടാ? നാളെ മരിച്ചു പോകുന്ന ഞാനും നിങ്ങളും ആരോടാ ഈ വൈരാഗ്യം? ബന്ധം നിലനിർത്തും. 1-2 ഹദീസുകൾ കേൾക്കണേ, അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധമായ ശഅബാനിന്റെ മാസമാണ്. ഈ ശഅബാനിന്റെ മാസത്തിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെന്ന് അല്ലാഹു നബി തങ്ങളോട് പറഞ്ഞു. നബി തങ്ങൾ നമ്മളോട് പറയുകയുണ്ടായി. ആയിഷ റളിയല്ലാഹു തആല അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് ആയിഷ ബീവിയോട്, യാ ആയിഷ അതാനി ജിബ്രീൽ എന്റെ അരികിലേക്ക് കടന്നു വരികയാ. ഫഖാല ലി, എന്നോട് ജിബ്രീൽ പറയുകയാണ്,
യാ മുഹമ്മദ് നബിയേ ആരിഹി ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ഈ ദിവസം എന്ന് പറയുന്നത് ശഅബാനിന്റെ പകുതി കഴിഞ്ഞുള്ള രാവുകളാണ്. ശഅബാനിന്റെ 15 കഴിഞ്ഞുള്ള രാവുകളാ. ഇനിയുള്ള പകലുകൾ സജീവമാക്കേണ്ടതുണ്ട് നബിയേ. വലില്ലാഹി ഉതഖാഉ മിനന്നാർ, ഈ ശഅബാനിന്റെ രാവ് മുതൽ അല്ലാഹു നരകത്തിൽ നിന്ന് കുറെ ആളുകളെ മോചിപ്പിക്കുന്നത്രേ. ബിഅദദി ശഗീരി ഗനമി കൽബിൻ, കൽബ് ഗോത്രക്കാരുടെ കൽബെന്ന് പറയുന്ന ഏറ്റവും വലിയ ആട്ടിൻപറ്റങ്ങളുള്ള ഒരു ഗോത്രക്കാരാണ് അറേബ്യ നാടൽ കിലാബ് കൽബ് എന്ന് പറയുന്ന ഗോത്രവംശം. ആ ഗോത്രക്കാർക്കുള്ള ആടുകളുടെ രോമങ്ങൾക്ക് സമാനമായി നരകത്തിന്റെ അവകാശികളെ അള്ളാഹു മോചിപ്പിക്കാമെന്ന് പറഞ്ഞ രാവുകളാണ് ശഅബാനിന്റെ 15 കഴിഞ്ഞുള്ള രാവ്. ഈ രാവുകൾ അപ്പൊ നമ്മളൊക്കെ ഇരിക്കുന്ന ഈ രാവൊക്കെ ശഅബാന്റെ 15 കഴിഞ്ഞുള്ള രാവുകളാണ്. ഈ സമയത്തൊക്കെ അല്ലാഹു തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കാന്ന് അല്ലാഹു ഓഫർ ചെയ്തു. ഓഫർ അല്ലാഹുവിന്റെ ഓഫറാണ്, അത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, ലാ യൻദുറുല്ലാഹു ഇലാ മുശ്രികിൻ വലാ ഇലാ മുശാഹിനിൻ വലാ ഇലാ ഖാതിഇ റഹിമിൻ വലാ ഇലാ ആഖിഉൻ ലിവാലിദൈഹി വലാ ഇലാ മുദ്മിൽ ഖംർ. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, നബിയേ അല്ലാഹു ഈ പാതിരാ സമയത്ത് ഒരുപാട് പേരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. പക്ഷേ ചില ആളുകളെ അല്ലാഹു മോചിപ്പിക്കുകയില്ല. ചില ആളുകൾ 5 കൂട്ടരെ അല്ലാഹു തആല മോചിപ്പിക്കുകയില്ല. ഇത് അള്ളാന്റെ റസൂലിനോട് ജിബ്രീൽ വന്ന് പറഞ്ഞതാണ്. അള്ളാഹ് പറഞ്ഞു, ജിബ്രീലിനോട് കൊടുത്തു. ജിബ്രീൽ നബി തങ്ങളോട് പറഞ്ഞു, നബി തങ്ങൾ ആയിഷ ബീവിയോട് പറഞ്ഞു, നമ്മളോട് പറഞ്ഞു. റവാഹുൽ ബൈഹഖി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. എന്താ പറഞ്ഞത്? ഈ ദിവസങ്ങളിൽ അല്ലാഹു തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഉറപ്പ് പറഞ്ഞു. പക്ഷെ ചില ആളുകൾ അല്ലാഹു മോചിപ്പിക്കൂല. ലാ യൻദുറുല്ലാഹു ഇലാ മുശ്രികിൻ, ശിർക്ക് വെക്കുന്നവർക്ക്, അള്ളാഹ്ക്ക് എതിര് വെക്കുന്നവരെ അള്ളാഹു നോക്കുകയില്ല. അള്ളാഹ്ക്ക് എതിര് വെക്കുന്നവരെ അള്ളാഹു നോക്കുകയില്ല, ഒരു കാരണവശാലും ഇല്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു റബ്ബുൽ ഇസ്സ നമ്മുടെ ഈമാൻ അള്ളാഹു നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ, നിലനിർത്തി തരുമാറാകട്ടെ. നമ്മുടെയൊക്കെ സഹോദരങ്ങളൊക്കെ ശിർക്ക് വെക്കാൻ വേണ്ടിയൊക്കെ ചിലയിടത്തൊക്കെ പോകും. ഈ മന്ത്രം നടത്താനൊക്കെ, കുന്തറം നടത്താനും, മറ്റേ പൊട്ടിക്കാനും, മറ്റേ പൂജ വെക്കാനും, മറ്റേ ഹോമം നടത്താനൊക്കെ പോകും. ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ പോയി ശിർക്കാത് കുഫറിലേക്ക് പോകുന്ന പോക്കാണത്. അല്ല, മൂന്നാർ ഒരു ഖബറുണ്ട്, അവിടേക്ക് പോകുന്ന കാണാം കുറേ പെണ്ണുങ്ങളെല്ലാം കൂടെ. അതിലെ കൂടെ ഇങ്ങനെ പോയപ്പോൾ അവിടെ ഞാനൊന്ന് സിയാറത്ത് ചെയ്യാവുന്നില്ലോ എന്ന് കരുതി പോയത്. അള്ളാഹ് അവിടെ കണ്ട സിയാറത്തും ചെയ്യാൻ തോന്നുന്നില്ല, സലാമും പറയില്ല. ആരാന്ന് ആർക്കറിയാം? നമ്മുടെ ഈ കൗമുകളൊക്കെ പോയിട്ട് ഓരോടത്തൊക്കെ പോയി വീഴുന്ന കിടന്ന കറക്കവും അതിൻ്റെ പുറകെ കുറച്ച് ബോംബിടലും അവിടെ കൊണ്ടുപോയിട്ട് എന്തൊക്കെ ഉണ്ടാക്കലും തീക്കാത്ത എന്തൊക്കെ ബലാമുസീബത്തുകൾ സഹോദരിമാർ എല്ലാത്തിനും അതിൻ്റെ ഫ്രണ്ടിലുണ്ട്. നഊദു ബില്ലാഹ്, അല്ലാഹ് കാത്തുരക്ഷിക്കട്ടെ. എൻ്റെ പൊന്നു പെങ്ങളെ, മക്കളില്ലാന്നും പറഞ്ഞിട്ട് അവിടെ കൊണ്ടുപോയി തൊട്ടി കെട്ടിയാലൊന്നും മക്കളെ ഒന്നും അല്ലാഹ് തരൂല. ഓർത്തോളി, ഒരു ആലിൻ്റെ ചോട്ടിൽ ഒരു 10,000-15,000 തൊട്ടിലുണ്ട്. എന്താ സംഭവം? ഒരാളോട് ചോദിച്ചു പറയാ, ഇത് മക്കളെ കിട്ടാത്തതിന് അവിടെ കൊണ്ടുപോയി കെട്ടിക്കൊടുക്കാണ്, മക്കളെ കിട്ടുന്നു. നമ്മളിതൊക്കെ ശ്രദ്ധിക്കണം. പടച്ചോൻ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഈമാൻ നഷ്ടപ്പെട്ടു പോകാനതൊരു കാരണമായിത്തീരും. ഈമാൻ നഷ്ടപ്പെട്ടു പോകാനതൊരു കാരണമായിത്തീരും. നമ്മുടെ രോഗത്തിന്, നമ്മുടെ കുടുംബത്തിലെ പ്രശ്നത്തിനൊക്കെ പരിഹാരമുണ്ട്. അതൊക്കെ നമ്മൾ ചെയ്യാത്തതിന് ഇപ്പം അള്ളാഹ് കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മളതിന് ആവശ്യമില്ലാത്തടത്ത് അവിടെ ഇവിടെയൊക്കെ പോയിട്ട് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത മന്ത്രവും കുന്തറവും ഒക്കെ നടത്തിയിട്ട് കാര്യമുണ്ടോ? ഹലാലായ നിലയിലുള്ള മാർഗമുണ്ട്. അതിനുള്ള പരിശുദ്ധ ഖുർആന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിലുള്ള മാന്യമായ നിലയിലുള്ള ചികിത്സാ രീതികളുണ്ട്. ഇസ്ലാമിന് പുറത്തു പോകാത്ത നിലയിൽ, ശിർക്കുണ്ടാകാത്ത നിലയിലുള്ള ചികിത്സാ രീതികളുണ്ട്. അത് നിങ്ങൾ അവലംബിക്കണം, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതല്ലാതെ ഞാൻ ഈ പോകുന്ന ശിർക്കിലേക്കായി പോകുമ്പോൾ പടച്ചൊരു പേടി പോലുമില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കണം, നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകരുത്. ഖബർ വെറുതെ വിടുകയില്ല. മുശ്രിക്കീങ്ങളെ അല്ലാഹു ഒരു കാരണവശാലും നരകത്തിൽ നിന്ന് അല്ലാഹു തആല മോചിപ്പിക്കുകയില്ല. രണ്ടാമത് നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വലാ ഇലാഹ മുശാഹിനിൻ,
വഴക്കാളികൾ, വഴക്കടിച്ചിട്ട് നടക്കുന്ന രണ്ട് കൂട്ടര്, വഴക്കടിച്ച് നടക്കുന്ന രണ്ട് കൂട്ടര്. അവര് വഴക്കടിച്ചിട്ട് വർഷങ്ങളായി, മാസങ്ങളായി, ഇന്നും ഓരോ മിണ്ടിയിട്ടില്ല. ഈ രണ്ട് കൂട്ടരെ അല്ലാഹു തആല മോചിപ്പിക്കില്ല. ഹജ്ജ് ചെയ്തവരാണ്, സക്കാത്ത് കൊടുക്കുന്നവരാണ്, നമസ്കാരം നിലനിർത്തുന്നവരാണ്, ഖുർആൻ ഓതുന്നവരാണ്, ഉംറ ചെയ്തവരാണ്. പക്ഷേ പറഞ്ഞിട്ടെന്ത് പുണ്യമാണ്, നോമ്പെടുക്കുന്നവരാണ്. വലാ യൻളുറുല്ലാഹു ഇലാ മുശാഹിൻ. ഈ വഴക്കടിച്ച് മിണ്ടാതെ നടക്കുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുകയില്ല, അവരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയുമില്ല. നിസ്കരിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല. അടുത്തൊരു ഹദീസ് കേട്ടോളി, അപ്പൊ നമുക്ക് ഒന്നുകൂടെ ഒരു ഉറപ്പ് കിട്ടും ഇതിന്. ഈ മുശാഹിനും തൊട്ടടുത്ത് അല്ലാഹു റസൂൽ പറഞ്ഞു, വലാ ഇലാ ഖാതിഇ റഹിം. കുടുംബ ബന്ധം മുറിച്ചു കളയുന്നവരും, കുടുംബക്കാരനെ കണ്ടാൽ മിണ്ടൂല, ജ്യേഷ്ഠനോട് മിണ്ടിയിട്ട്, മൂത്താപ്പയോട് മിണ്ടിയിട്ട്, കൊച്ചാപ്പയോട് മിണ്ടിയിട്ട്, അനുജനോട് മിണ്ടിയിട്ട്, ജ്യേഷ്ഠന്റെ മക്കളോട് മിണ്ടിയിട്ട്, അനുജന്റെ മക്കളോട് മിണ്ടിയിട്ട്, ഭാര്യയുടെ ഉപ്പയോട് മിണ്ടിയിട്ട്, ഭാര്യയുടെ ഉമ്മയോട് മിണ്ടിയിട്ട്, ഭർത്താവിന്റെ ഉപ്പയോട് ഉമ്മയോട് മിണ്ടിയിട്ട്, ദിവസങ്ങളായി, മാസങ്ങളായി, വർഷങ്ങളായി എല്ലാ രക്തബന്ധുക്കളാണ്. ഏതോ ചെറിയ ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ ഇവരോട് മിണ്ടാതെ കഴിഞ്ഞുകൂടുകയാണ്. എന്നിട്ട് ഭയങ്കര തസ്ബീഹ്, ഈ കയ്യിൽ 500ന്റെ തസ്ബീഹ്, ഈ കയ്യിൽ 500ന്റെ തസ്ബീഹ്, കിടുക്കോ കിടുക്കോ മണി, ദിക്ർ 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 വെട്ടി, കിടുക്കോ 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 കൊടുക്കാടി, ഭയങ്കര ദിക്ർ 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 ദിക്ർ, ഭയങ്കര നിസ്കാരം, തറാവീഹ് നിസ്കാരം, തഹജ്ജുദ് നിസ്കാരം, ളുഹാ നിസ്കാരം, അവ്വാബി നിസ്കാരം, ഇശ്റാഖ് നിസ്കാരം. ഓ, നിസ്കാരത്തോടെ നിസ്കാരം, എപ്പോഴും തൗബ കൊടുത്തിനകത്ത കൈ. പക്ഷേ കുടുംബത്തിലുള്ളവർ മാമിയോട് മിണ്ടിയിട്ട് വർഷം കുറയായി, കൊച്ചാപ്പോട് മിണ്ടിയിട്ട് വർഷം കുറയായി, ഉമ്മയോട് മിണ്ടിയിട്ട് വർഷങ്ങൾ കുറയായി, ഭാര്യയുടെ ഉമ്മയോട് മിണ്ടിയിട്ട്, അമ്മോഷനോട് മിണ്ടിയിട്ട് വർഷങ്ങൾ കുറയായി. എന്നിട്ട് നമ്മുടെ ഇബാദത്തുകൾ, ദിക്റുകൾ എന്തിനാണ്? ഗ്രൂപ്പിന്റെ പേര് പറഞ്ഞ് പരിശുദ്ധമായ ശരീഅത്തിൽ, ഇസ്ലാമിൽ രണ്ടു കൂട്ടർ തമ്മിൽ മിണ്ടാതിരുന്നിട്ട് വർഷങ്ങളായി. വലാ ഇലാ മുശാഹിൻ, വഴക്കാളികളാണ്, വഴക്കിന്റെ പേരിലാണ്. എന്നെ കണ്ടാൽ നീ മിണ്ടൂല, നിന്നെ കണ്ടാൽ ഞാൻ മിണ്ടൂല, വർഷങ്ങളായി. എന്നാൽ എല്ലാരും ഭയങ്കര നിസ്കാരം, ഭയങ്കര ഇബാദത്ത്. വാശിയും വൈരാഗ്യം അള്ളാന്റെ മുന്നിൽ വേണ്ട. ഹദീസ് കേട്ടോ, ഞാൻ ഹദീസാ പറഞ്ഞു തരുന്നത്, ഒരു കള്ള ഹദീസും ഇല്ല, ലൈവിൽ കണ്ടോണ്ടിരിക്കുകയാണ്. ഹദീസുകളെല്ലാം അള്ളാന്റെ റസൂൽ പറഞ്ഞ വാക്കുകളാണ്. അബൂബക്കറിന് വേണ്ടി പ്രത്യേകമായിട്ട് ഒരു ഹദീസും ഇല്ല. വേണമെങ്കിൽ മനസ്സിലാക്കാം. എന്റെ കടമ ഇത് നിങ്ങളുടെ മുന്നിൽ എറിഞ്ഞു തരിക, ഇത് പ്രാവർത്തികമാക്കേണ്ടത്, പെറുക്കിയെടുക്കേണ്ടത് അത് നിങ്ങളുടെ കടമ. നമ്മളെ നിർബന്ധിക്കേണ്ട ബാധ്യത നമുക്കില്ല. വമൻ തവല്ലാ ഫമാ അർസൽനാക അലൈഹിം ഹഫീളാ. ഇതിൽ നിന്ന് ആര് പിന്തിരിഞ്ഞു പോകുന്നുവോ അവരുടെ സംരക്ഷകനായിട്ട് നബിയെ അങ്ങേ ഞാൻ അയച്ചിട്ടില്ല എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ സ്വീകരിക്കാം. ഹദീസുകളാണ്, നമ്മൾ മുസ്ലിമുകളാണ്. സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുണ്ടോ, ഖബറിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ എങ്കിൽ ഇത് കേൾക്കുക, മനസ്സിലാക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ടോ? എന്താ മിണ്ടാത്ത? വേണ്ടേ? ആ, ഉറക്കം വരുന്നുണ്ടോ? നിർത്താൻ സമയമായോ? നിർത്തട്ടെ എന്നാ? നിർത്താറായോ പ്രസിഡന്റ്, സെക്രട്ടറി? കാപ്പിയൊന്നും കൊടുക്കുന്നില്ലേ? കാപ്പിയെല്ലാം ഉണ്ടല്ലോ അല്ലേ? കാപ്പിയൊക്കെ ഉണ്ട് കേട്ടോ, കാപ്പി എല്ലാം ഉണ്ട്. കാപ്പി കുടിക്കുന്നതിന് ഹദീസ് കേട്ടിട്ട് കാപ്പി കുടിക്കണോ വേണ്ട എന്നപ്പോൾ തോന്നും. കാപ്പിയെല്ലാം കുടിക്കണോ വേണ്ട എന്നൊക്കെ തോന്നും. നമ്മളൊക്കെ തിന്നാനും കുടിക്കാനും ആണല്ലോ ജീവിക്കുന്നത്. നമ്മൾ ജനിച്ച അതിനു വേണ്ടിയാണ്, തീറ്റയും കൂടിയും തന്നെയാണ്. ജനിച്ച ഉടനെ വായിക്കാത്ത ഈത്തപ്പഴം തിരികെ തരുന്നത് അല്ലേ? മരിക്കാറാവുമ്പോഴും സംസം വെള്ളം വായിക്കാത്ത കൊണ്ട് കുത്തി കയറ്റി തരും. അങ്ങനെയെങ്കിലും കുടിച്ച് മരിക്കട്ടെ. സംസം വെള്ളം ഒഴിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് പോയി കിട്ടിയാൽ മതിയെന്നാ മക്കൾ ദ്വാരക്കുന്ന. ഈ വാപ്പായി കളവനെ ഇട്ട് നോക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഉടച്ചവനെ എൻ്റെ കട തുറന്നിട്ട് എത്ര ദിവസമായി, കടയിൽ പോയിട്ട് എത്ര ദിവസമായി, ജോലിക്ക് പോയിട്ട് എത്ര ദിവസമായി, ഈ കളവനെ കൊണ്ട് ആശുപത്രി കിടന്ന് എത്ര ദിവസം കൊണ്ട് ഉടച്ചാൽ പൈസയും പോകുന്നു. എന്നാൽ ജീവൻ തിരിച്ചു കിട്ടും, അതുമില്ല. ഇത് ചുമ്മാ വെറുതെ ഇങ്ങനെ ഈ കോഴിക്ക് വെള്ളം കൊടുക്കുന്ന പോലെ കൊടുത്ത് സംസം വെള്ളം കൊടുക്കുമ്പോൾ അതാ നീയത്ത് പെട്ടെന്ന് പോയി കിട്ടാൻ. ഇവ എന്നിട്ട് സംസം വെള്ളം കൊടുത്തിട്ട് പെണ്ണുമ്പിള്ള ഏൽപ്പിച്ചിട്ട് ഒടിഞ്ഞ് നോക്കിക്കോളാം, ഞാൻ കട തുറന്നിട്ട് വരട്ടെ. പോയിട്ട് വരുമ്പോഴത്തേക്ക് കട തുറക്കാൻ ഷട്ടർ വെക്കുമ്പോഴത്തേക്ക് പെണ്ണുമ്പിള്ള ഫോൺ വരെ അത്ത മരിച്ചു പോയെന്ന്. അപ്പൊ ഇന്നാലില്ലാരും പറഞ്ഞിട്ട് പടച്ചേന ഞാൻ മനസ്സുകൊണ്ട് നിയത്ത് ചെയ്തതുപോലെ കൗലായി പോയല്ലോ. സംസം വെള്ളം കൊടുക്കുമ്പോൾ സൂക്ഷിച്ചോണം.
സംസം വെള്ളം കൊടുക്കുമ്പോ ആ നിയത്താണ്. മാഉ സംസം ലിമാ ശുരിബ ലഹു. ഏത് നിയത്തോടു കൂടിയാണ് സംസം വെള്ളം കുടിക്കുന്ന ആ നിയത്ത് ഖബൂലാവും. അത് ഈമാനോട് കൂടിയുള്ള നിയത്താണെങ്കിൽ അത് ഖബൂലാവും. നമ്മളൊന്നും അത് ഈമാനോട് കുടിക്കാത്തത് കൊണ്ടാണ് നമുക്കതിൻ്റെ ഒരു മാധുര്യം കിട്ടാത്തത്. ഇവിടെ സംസം വെള്ളം കൊണ്ടുവച്ചാൽ ലേലം വിളിച്ചാൽ പോലും ഒരുത്തം മേടിക്കൂല. ബ്രിട്ടീഷുകാരൻ്റെ മിനറൽ വാട്ടർ ആണെങ്കിൽ പിന്നെയും വാങ്ങും. സംസം വെള്ളം കൊണ്ടുവന്ന് കൊടുത്താൽ ഒരുത്തനും വേണ്ട. അത് എൻ്റെ മഹത്വം ഇല്ല, അതാണ് എൻ്റെ മഹത്വം ഇല്ലാത്തതുകൊണ്ടാണ്. എന്താ സംസം വെള്ളം? ഒന്ന് സ്വർഗത്തിലുള്ള, അത് സ്വർഗത്തിൽ നിന്നാണ് അതിൻ്റെ ഉറവ. രണ്ട് നബിതങ്ങൾ കുടിച്ചതിന്റെ ബാക്കിയുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടിച്ചിട്ട് സംസം വെള്ളം കിണറിലേക്ക് ഒഴിച്ചു, ബാക്കി അതിന്റെ വെള്ളമാണ്. മൂന്നാമത് സംസം ആര് കുടിക്കുന്നു, ഏത് നീയത്തോടുകൂടി കുടിക്കുന്നു, അവന്റെ ആ ഉദ്ദേശം അള്ളാഹു നിറവേറ്റി തരുമെന്ന് നബിതങ്ങളുടെ വാക്കാണ്. ആര് കുടിക്കുന്നുവോ അവർക്ക് അല്ലാഹു തആല ശിഫാ നൽകുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ വാക്കാണ്. ഈ നീയത്തോടുകൂടി നമ്മൾ കുടിക്കണം. അത് കുടിക്കാത്തതിന്റെ പേര് സംസമിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സംസം വെള്ളത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതിന്റെ പവിത്രതയെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് എന്ത് രോഗം വന്നാലും നല്ല നീയത്തോടു കൂടി കുടിക്കുക ഇൻഷാ അല്ലാഹ്. ശരീരത്തിൽ വേദനയുള്ള ഭാഗത്ത് എടുത്തു വെച്ച് പുരട്ടി കൊടുക്ക്. കൊച്ചു കുട്ടികൾക്ക്, കുഞ്ഞു മക്കളില്ലേ, ആ കുഞ്ഞു മക്കൾക്ക് സംസം വെള്ളം നിങ്ങൾ ശൈശവത്തിലേ കൊടുക്കണം. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വായിൽ ചെറിയ സ്പൂൺ വെച്ചിട്ട് ചെറുതായിട്ട് കൊടുക്കണം. 5 വയസ്സ് വരെ കുട്ടിക്ക് കൊടുക്കണം. ആ കുട്ടിയിൽ നിങ്ങൾ അറിയാത്ത രീതിയിലുള്ള മാറ്റം ഉണ്ടാകും. നോക്കിക്കോളി, ദീനിയായ വലിയ മാറ്റം ഉണ്ടാകും. 5 വയസ്സ് വരെ കുട്ടികളെ കൊടുക്കണം സംസം വെള്ളം. വാപ്പയും ഉമ്മയൊക്കെ നല്ലപോലെ അനുസരിക്കും. അതാണ് ഈ സംസമിന് ഒരുപാട് മഹത്വങ്ങളുണ്ട്.